ഇപ്പോൾ നിലമ്പൂർ കോവിലകത്താണ്. AD 1200 മുതൽ നിലമ്പൂരിൻ്റെ രാജവംശമായിരുന്നു. ആ രാജവംശത്തിൽ നിന്നാണ് നിലമ്പൂർ എന്ന പേര് തന്നെ പിന്നീട് വരികയൊക്കെ ചെയ്തത്. ഇന്നിപ്പോൾ നിലമ്പൂർ രാജവംശത്തിലെ അന്നത്തെ പഴയ കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കേരളത്തിലുണ്ട്, ഔട്ട്സൈഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ശ്രീ രാജേന്ദ്രവർമ്മ, അദ്ദേഹം ഗോദവർമ്മ തിരുവൽപ്പാടിൻ്റെ മകൻ കൂടിയാണ്, നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഇപ്പോൾ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ആളുകൾക്ക് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് നിലമ്പൂരേക്ക് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോവിലകവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? ഇപ്പോൾ ഈ കോവിലകം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഈ പടിപ്പരയിനുള്ളിൽ വന്ന കാണുന്ന ബിൽഡിങ്സൊക്കെ കോവിലകത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ വീടുകളൊക്കെ അല്ലാണ്ട് ഒരു ഒറ്റ ബിൽഡിംഗ് അല്ല. നിലമ്പൂർ കോവിലകം എന്ന് പറയുന്നത് ഈ ചേരമാൻ പെരുമാൾ 12-ാം നൂറ്റാണ്ടിൽ രാജ്യം മുഴുവൻ ഭാഗിച്ച് പോണാണല്ലോ ചരിത്രം. അപ്പോൾ നെടിയിരുപ്പിൽ ഉള്ള ചില ഏറാടിമാരുണ്ട്. അവർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ വേറെ ഒന്നുമില്ല, ഈ കോഴി കൂകിയാൽ കേൾക്കുന്ന സ്ഥലം അവിടെ ഉള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ എടുത്തോളൂ എന്നിട്ട് ഉടവാൾ കൊടുത്തിട്ട് ചത്തും കൊന്ന് അടക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. അത് ചരിത്രമുണ്ട്, മാനിച്ചൻ വിക്കിരൻ എന്നൊക്കെ വേണ്ടി സാമൂതിരിയുണ്ട്. അപ്പോൾ ഈ ഏറാടിമാർ ഇപ്പോൾ പറഞ്ഞ കോഴി കൂകിയാൽ കേൾക്കുന്ന നാട് കുക്കുട ക്രോഡദേശം, അതാണ് കോഴിക്കോടായിട്ട് മാറിയത്. അവരങ്ങോട്ട് നെടിയിരിപ്പ്, കൊണ്ടോട്ടിക്കട്ട് നെടിയിരിപ്പിലാണ് അവരങ്ങോട്ട് പോയി. അപ്പോൾ അവിടുന്ന് കിഴക്കൻ ഏറനാട് നോക്കി നടത്താൻ വേണ്ടി നമ്മുടെ പൂർവികരെ ഇവിടേക്ക് കൊണ്ടുവന്നു. അന്ന് ഇത് ഏറനാടാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നിലമ്പൂർ എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ അന്ന് മുളകളും തേക്കും മാത്രമുള്ള കാട്ടുപ്രദേശമാണ്. അപ്പോൾ ഈ മുളയ്ക്ക് നിലിമ്പം എന്നാണ് പേര്. അപ്പോൾ നിലിമ്പങ്ങളുടെ നാട് എന്ന രീതിയിലാണ് നിലിമ്പപുരം എന്നുള്ള പേര്. നിലിമ്പപുരമാണ് നിലമ്പൂരായത്. അത് പിന്നീട് ലോപിച്ച് നിലമ്പൂരായിട്ടാണ് നമ്മൾ കേട്ടറിവാണ്. അങ്ങനെ വന്നായിരിക്കും, അത് ലോജിക്കും തന്നെയാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കാണ് നിലമ്പൂരിലാണെങ്കിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പും നടക്കണം. ഈ ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി സക്രിയമായി പങ്കെടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടോ? ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ജനസംഘത്തിലുണ്ടായിട്ട് കോൺഗ്രസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും ആക്റ്റീവായിട്ട് ആരും ഇല്ല. എന്തായാലും ഇപ്പോൾ നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ നിലമ്പൂരിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയായി അതിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീ രാജേന്ദ്രവർമ്മയെ വന്ന് കണ്ടത്. പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്കും